വിടാമുയർച്ച എന്ന് പറയുന്ന സിനിമയാണ് ഇന്ന് രാവിലെ തന്നെ 7 മണിക്ക് കണ്ടത്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു മൂവി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത് ചെന്നൈയിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയല്ല, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയല്ല. അതുകൊണ്ട് തന്നെ അസർബൈജാനിൽ ഷൂട്ട് ചെയ്ത സിനിമ ആയതുകൊണ്ട് ഇതിന് അതിൻ്റേതായ കുറേ എന്താ പറയുക ജോഗ്രഫിക്കൽ പരിപാടികൾ മാറുമല്ലോ എന്തായാലും. ആ ഒരു തമിഴ്നാട് കൾച്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നും കാണാൻ പറ്റൂല ഈ സിനിമയിൽ. മെയിനായിട്ട് ആ ഒരു അസർബൈജാനിലെ ജോഗ്രഫി, അവിടുത്തെ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റോഡ്സ്, ഒഴിഞ്ഞ റോഡുകൾ, അതുപോലത്തെ എന്താ പറയുക ഹൈവേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ബേസിക്കലി റോഡ് മൂവി ആയതുകൊണ്ട് അതിന് വേണ്ട എല്ലാ പരിപാടികളും ഉള്ള ഒരു സിനിമ തന്നെയാണ് വിടാമുയർച്ച. പിന്നെ ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ളൊരു എന്താ പറയുക ഹൈ പോയിന്റ്സ് അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് തൃഷ ആൻഡ് അജിത് ഇവരുടെ കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ നന്നായിട്ട് വർക്കായിട്ടൊരു സിനിമയാണ് ഈ വിടാമുയർച്ച. മകൾ തിരുമേനി എന്ന് പറയുന്ന നമ്മുടെ സംവിധായകൻ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഹോളിവുഡ് സിനിമയുടെ ഒരു പുനരാവിഷ്കരണം അല്ലെങ്കിൽ അതിൽ നിന്ന് ബേസ് ചെയ്തിട്ട് ചെയ്ത സിനിമയാണ് നമ്മുടെ ഈ സിനിമ വിടാമുയർച്ച. എല്ലാവർക്കും അറിയുന്ന, ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലോട്ടാണ്, അത് ബേസിക് പ്ലോട്ട് അതാണ്. ആ ഒരു എന്താ പറയുക കുറേ ഹൈലൈറ്റ്സ്, വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇൻ്റർവെല്ലിൻ്റെ അടുത്ത് വരുന്ന ഒരു ട്വിസ്റ്റ് ആണ്. പിന്നെ ആ ഒരു ട്വിസ്റ്റിലേക്ക് എത്തുന്നത് വരെ ചെറിയൊരു സ്ലോ ആയിട്ടുള്ളൊരു പേസ് ആണ് സിനിമയ്ക്കുള്ളത്. ആദ്യത്തെ കുറച്ച് പാട്ടുകളും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ പിന്നെ സിനിമ ഇത്തിരി മെല്ലെ ആവുന്നുണ്ട്. കുറച്ച് ഒരു സ്ലോ പേസിൽ കഥ പറഞ്ഞ് ആ ഒരു ഫസ്റ്റ് ഹാഫ് എൻഡ് വിൽ ബി കുറച്ചൊരു എന്താ പറയുക ഒരു ഒരു രസമുള്ളൊരു ട്വിസ്റ്റ് വരും. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് കുറേ മൊമെന്റ്സും ഗുസ്പം മൊമെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞ സ്റ്റൺസും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വൈറലായിട്ട് ഇറങ്ങിയ ക്ലിപ്പ് ഒരു കാർച്ചേസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ഹാഫാണ് മെയിൻ ആയിട്ടൊരു ഏരിയ ഈ സിനിമയിൽ. അത് നന്നായിട്ട് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റൈലിഷ് ഫിലിം മേക്കിംഗ് എന്നൊക്കെ പറയില്ലേ, ഒരു ഹോളിവുഡ് ടച്ച് ഉണ്ട്. ഫുൾ ഹോളിവുഡ് ഉണ്ട് എന്നല്ല, ഒരു ഹോളിവുഡ് ടച്ച് ഉള്ള ഒരു പരിപാടി കൂടിയാണ് നമ്മുടെ ഡയറക്ടർ പിടിച്ചിരിക്കുന്നത്. പിന്നെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ അനിരുദ്ധിൻ്റെ മ്യൂസിക്. ഇപ്പോഴത്തെ ജനറേഷന് പറ്റുന്ന ഹരം നൽകുന്ന, പുളകം കൊള്ളിക്കുന്ന ആ ഒരു ഹൈ മൊമെന്റ്സുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. തുടക്കത്തിലുള്ള സവാദിക്ക എന്ന് പറയുന്ന പാട്ടാണെങ്കിലും, അതുകൂടാതെ സ്റ്റാർട്ടിങ്ങിലുള്ള ഇൻട്രൊഡക്ഷൻ സോങ് ഇൻട്രൊഡക്ഷൻ മ്യൂസിക് BGM, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു എന്താ പറയുക മെലഡി അല്ല, ഒരു കുറച്ചൊരു വിഷമം പോലത്തെ ഒരു പാട്ട്, പെട്ടെന്ന് വാക്ക് കിട്ടുന്നില്ല, മെലഡി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അനിരുദ്ധിൻ്റെ അടുത്ത് വന്ന് സിനിമയെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിക്കലി ആക്ഷൻ സീൻസ്, അജിത്ത് ഉള്ള ആക്ഷൻ സീൻസൊക്കെ സൂപ്പറായിട്ട് തന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സിനിമയിലേക്ക് എത്താൻ കുറച്ച് സമയം, ഒരു 1.5-3 മണിക്കൂർ കുറച്ചൊരു എന്താ പറയുക കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അസർബൈജാനിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ ഹോട്ടൽ, ഇവിടെയൊക്കെ പോകുന്ന കുറച്ച് രംഗങ്ങൾ ഇസ് എ ബിറ്റ് സ്ലോ പേസ്ഡ്. ഈ ഏരിയയിൽ വരുമ്പോൾ ഉള്ള വേറൊരു മേജർ പ്രശ്നം എന്ന് പറയുമ്പോൾ സബ് ടൈറ്റിൽ ആ തിയേറ്ററിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ പോകാൻ. കാരണം സബ് ടൈറ്റിൽ ഇല്ലാതെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഊഹിച്ച് എടുത്താണ്. കാരണം ഇംഗ്ലീഷ് ഇടയ്ക്ക് കയറി വരുന്നതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ടും കിട്ടുന്നതാണ്. അപ്പോൾ തമിഴിൽ സബ് ടൈറ്റിൽ ഉണ്ട്, പക്ഷെ നമുക്ക് തമിഴ് വായിക്കാൻ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം കാരണം ആ ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും ഇറ്റ് വാസ് എ ഗുഡ് മൂവി. ഒരു ഡീസൻറ്റ് നല്ലൊരു രസമുള്ളൊരു സിനിമയാണ്. സാധാരണ ഒരു മാസ് മസാല തമിഴ് മൂവി അല്ല. അതാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒരു നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് നമ്മുടെ വിടാമുയർച്ച.